Hi friends, foodsofiduk സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാടൻ സ്റ്റൈലിൽ വറുത്തരച്ച ഒരു കടലക്കറി റെസിപ്പി ആയിട്ടാണ്. ഈ കടലക്കറി നമുക്ക് അപ്പത്തിന്റെ കൂടെ അല്ലെങ്കിൽ ഇടിയപ്പത്തിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല കടലക്കറിയാണ്. നാടൻ സ്റ്റൈലിലുള്ള ഈ കടലക്കറി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. Hi friends, foodsofiduk സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാടൻ കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പത്തിന്റെ കൂടെയോ പുട്ടിന്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കടലക്കറി. ഇപ്പോൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന 1 ഗ്ലാസ് കടലയായിരുന്നു. അപ്പോൾ 1 ഗ്ലാസ് കടല രാത്രി മുഴുവൻ കുതിർത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യാനുസരണം കടല വെള്ളത്തിലിട്ട് കൊടുക്കാം. അതിനുശേഷം രാത്രി മുഴുവൻ കുതിരാൻ വെച്ചിട്ട് രാവിലെ നമുക്ക് കറി വെക്കാം. ഇനി നിങ്ങൾ രാത്രിയിൽ കടല വെള്ളത്തിലിടാനായിട്ട് മറന്നു പോയിട്ടുണ്ടെങ്കിൽ രാവിലെ നല്ല ചൂടുവെള്ളത്തിൽ 1 മണിക്കൂർ കടല കുതിർത്ത് വെച്ചിട്ട് കറി വെക്കാം. പിന്നെ രാത്രിയിൽ കുതിർത്ത് വെച്ചിട്ട് കറി വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ്. അപ്പോൾ ഇനി ഈ കടലയിലേക്ക് നമുക്ക് വേവാനായിട്ട് വെള്ളം ഒഴിക്കാം. ഞാനിപ്പോൾ ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കടല വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് വേവിച്ചിട്ടുണ്ടെങ്കിൽ കടല വേവാൻ താമസിക്കും എന്ന് പറയാറുണ്ട്. നമ്മൾ കുക്കറിൽ വേവിക്കുന്നതുകൊണ്ട് ആ പ്രശ്നമൊന്നുമില്ല, കടല വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഈ കുക്കർ അടച്ച് ഒരു 4 വിസിലടുപ്പിച്ച് വേവിച്ചെടുക്കാം. ഇനി കടലയൊന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ കടല വെന്തിട്ടുണ്ട്. നമുക്ക് ഈ കടലയ്ക്ക് വേണ്ട അരപ്പുണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനിച്ചിട്ട് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് നിറച്ചൊരു പിടി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു പിടി തേങ്ങയും ഒരു 5 ചുവന്നുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ഒന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ ഈ ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങ 1.5 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി. നിങ്ങൾ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഇപ്പം ചേർക്കണ്ട, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അതിനുശേഷം വേണം ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കാനായിട്ട്. ആദ്യമേ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും, തേങ്ങ മൊരിഞ്ഞ് വരാൻ താമസം എടുക്കും. പിന്നെ ഞാനിതൊന്ന് വറുത്തെടുക്കാം. ഈ തേങ്ങയുടെ കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തീ കുറച്ച് വെച്ചിട്ടാണ് തേങ്ങ വറുക്കുന്നത്. തീ കൂട്ടി വെച്ചിട്ട് വറുത്താൽ പെട്ടെന്ന് അങ്ങ് മൊരിഞ്ഞ് കിട്ടും, പക്ഷേ അന്നേരത്തേക്കും പുക കയറും. തേങ്ങ കരിഞ്ഞിട്ടുണ്ടെങ്കിൽ കറിക്ക് കൈപ്രസം ഉണ്ടാകും. ഇപ്പോൾ തേങ്ങ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ മഞ്ഞൾപ്പൊടി ഒന്ന് ഇളക്കി മൊരിച്ചെടുക്കാം. ഇപ്പോൾ മഞ്ഞൾപ്പൊടി മൊരിഞ്ഞിട്ടുണ്ട്. അടുത്തായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. നിങ്ങൾക്ക് 1/2 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും രണ്ടും കൂടെ വേണമെങ്കിൽ മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ മുളക് പൊടി ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ഇത് അരച്ചെടുക്കുമ്പോൾ ആദ്യം മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം. ആദ്യമേ അങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കുമ്പോൾ ഈ തേങ്ങ നല്ല മൊരിഞ്ഞിരിക്കുന്നതുകൊണ്ട് നന്നായിട്ട് പൊടിഞ്ഞു വരും. അപ്പോൾ അരഞ്ഞു കിട്ടാനും നല്ല എളുപ്പം ഉണ്ടാവും. നല്ല പേസ്റ്റായിട്ട് അരഞ്ഞു കിട്ടും. ഇപ്പോൾ ഈ മുളക് പൊടി മൊരിഞ്ഞിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആ തീ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ തേങ്ങയുടെയും ഈ പാത്രത്തിൻ്റെയൊക്കെ ചൂടുകൊണ്ട് ഗരം മസാലയും കൂടെ അങ്ങ് ചൂടായിക്കോളും. ഇനി ഇത് തണുത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. കറി വെക്കാനായിട്ട് ഈ പാത്രം ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. ഇപ്പോൾ ഈ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണയിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി. വെളുത്തുള്ളി ഒരു വലിയ സവോള അരിഞ്ഞു വെച്ചത്, കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില. ഇതൊന്ന് മൊരിഞ്ഞ് വരട്ടെ. ഈ സവോള ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 തക്കാളിയാണ്. 1 തക്കാളി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് എണ്ണ തെളിഞ്ഞു വരണം. ഈ തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞതിന് ശേഷം മാത്രമേ അരച്ച് ചേർത്ത് കടല ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. തക്കാളി നന്നായിട്ട് വെന്തിട്ടില്ലെങ്കിൽ കറിക്ക് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ വറുത്ത തേങ്ങ ഞാൻ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. 2 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ മിക്സർ ജാറിൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇപ്പോൾ ഈ അരപ്പിൽ ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട്. നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ആ വെള്ളത്തോടു കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടി വെള്ളം വേണമെന്ന് തോന്നിയാൽ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് അങ്ങ് ലൂസായിട്ടും ഇരിക്കരുത്, വല്ലാണ്ടങ്ങ് കുറുകിയിരിക്കരുത്. ഇതിനോട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ കറിക്ക് വേണ്ടിയിട്ട് 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഉപ്പ് ഒന്നുകൂടെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ കടല നമുക്ക് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് പതുക്കെ ചെറിയ തീയിലിട്ടിട്ടൊന്ന് തിളപ്പിക്കാം. അപ്പോൾ ഈ കടലയിലേക്കും ആ മസാലയൊക്കെ ഒന്ന് പിടിക്കും. അപ്പോൾ ഈ തേങ്ങ വറുത്തരച്ച നാടൻ കടലക്കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വരാം. ടേക്ക് കെയർ, ബൈ.